കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 ടൈപ്പ് ചേഞ്ചസിനെ കുറിച്ച് പഠിച്ചിരുന്നു. ഏതൊക്കെ ചേഞ്ചസ് നമ്മൾ പറഞ്ഞിരുന്നേ? ചേഞ്ചസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2 എന്ന് പറഞ്ഞു. മാറ്റങ്ങൾ 2 വിധമുണ്ട്. രാസമാറ്റം, ചേഞ്ചസിനെ നമ്മൾ മാറ്റങ്ങൾ എന്ന് പറയും. മാറ്റങ്ങൾ 2 വിധം ഉണ്ടായിരുന്നു. ഏതായിരുന്നു? ഭൗതിക മാറ്റവും രാസമാറ്റവും. ഭൗതിക മാറ്റവും രാസമാറ്റവും, അതായത് ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും. ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും. അതിൽ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ടെമ്പററി ചേഞ്ചാണ്. അല്പനേരത്തേന് മാത്രമേ ആ ചേഞ്ച് നിൽക്കത്തുള്ളൂ. താൽക്കാലികമായിട്ടുള്ള മാറ്റമാണ്. അല്പനേരം മാത്രമേ ആ ഒരു മാറ്റം നിൽക്കത്തുള്ളൂ. തിരിച്ച് നമുക്ക് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഒറിജിനൽ ഫോമിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ചേഞ്ചസ് ആണ് ഫിസിക്കൽ ചേഞ്ച്, അല്ലെ ഭൗതിക മാറ്റം. എന്നാൽ രാസമാറ്റം അല്ലെ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്, സ്ഥിരമാണ്. പെർമനൻ്റ് എന്ന് വെച്ചാൽ സ്ഥിരം, എന്നും അതുപോലെ നിൽക്കത്തുള്ളൂ. അതിൻ്റെ ഫലമായിട്ട് പുതിയൊരു വസ്തു ഉണ്ടാവുകയും ചെയ്യും, ഒരു ന്യൂ സബ്സ്റ്റൻസ് ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് ഒറിജിനലിലേക്ക് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാനും പറ്റത്തില്ല. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈ കെമിക്കൽ ചേഞ്ചസിനെ, അത് രാസമാറ്റത്തിനെ വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്, വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിനെ ബേസ് ചെയ്താണെന്നറിയാമോ? ഏത് ഊർജമാണോ, ഏത് എനർജിയാണോ അതിൽ ഉപയോഗിക്കുന്നത്, അല്ലെ ഏത് എനർജിയാണോ അവിടെ നിന്ന് ലിബറേറ്റ് ചെയ്ത് വരുന്നത്, ഏത് ഊർജ്ജമാണോ പുറന്തള്ളുന്നത്, അല്ലെ ഏത് ഊർജ്ജമാണോ ഉപയോഗപ്പെടുത്തുന്നത്, അതനുസരിച്ചിട്ട് രാസമാറ്റത്തിനെ വീണ്ടും പലതായിട്ട് താരതമ്യം ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മളൊരു പ്രവർത്തനം നടക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു വിറക് കത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്ത് കൊടുത്താലേ വിറക് കത്തത്തുള്ളൂ? തീ കൊടുത്ത്, അല്ലേ? ചൂട്, ഹീറ്റ് അങ്ങോട്ട് കൊടുക്കണം. ചൂട് അങ്ങോട്ട് കൊടുത്താലല്ല പ്രവർത്തനം നടക്കത്തുള്ളൂ ഉള്ളൂ, അല്ലേ? നമ്മൾ ചില സന്ദർഭങ്ങളിലാണെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട്, ഒരു രാസമാറ്റം നടന്നിട്ട് ഹീറ്റ് ഉണ്ടാവത്തില്ലേ? നമ്മൾ ഈ ബാറ്ററി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ ടോർച്ചിലൊക്കെ ഇടുന്ന ബാറ്ററി. ആ ബാറ്ററി പ്രവർത്തിക്കുന്നത് എങ്ങനെ? ആ ബാറ്ററിക്കുള്ളിൽ ധാരാളം രാസവസ്തുക്കളുണ്ട്, കെമിക്കൽസ് ഉണ്ട്. നമ്മളൊരു ടോർച്ചിനുള്ളിലേക്ക് ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിനുള്ളിൽ ഒരു റിയാക്ഷൻ നടന്നു, ഒരു മാറ്റം നടന്നിട്ട് ഇലക്ട്രിസിറ്റി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലേ? വൈദ്യുതി അവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. അവിടെ ഒരു രാസമാറ്റത്തിൻ്റെ ഫലമായിട്ടല്ലേ അവിടെ ഇലക്ട്രിസിറ്റി, അല്ലെ വൈദ്യുതി ഉണ്ടാകുന്നത്? അതിൻ്റെ ഫലമായിട്ട് ടോർച്ചിൻ്റെ ലൈറ്റ് കത്തുന്നതല്ലേ, അല്ലേ? ഇനി മിന്നാമിനിങ് കത്തുന്നിട്ടുണ്ടോ? മിന്നാമിനിങ് കത്തുന്നത്, മിന്നാമിനിങ് കത്തുക എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? ആ മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിനുള്ളിലും കുറച്ച് രാസവസ്തുക്കളുണ്ട്. ഫയർഫ്ലൈസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. മിന്നാമിനിങ്ങിന് ഫയർഫ്ലൈസ് എന്ന് പറയും. ഈ മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിനുള്ളിൽ എന്തുണ്ടെന്നറിയോ? കുറച്ച് രാസവസ്തുക്കളുണ്ട്. ഈ രാസവസ്തുക്കൾ റിയാക്ഷന് വിധേയമാകുമ്പോഴാണ് അതിൻ്റെ ശരീരത്തിൽ നിന്നും വെളിച്ചം പുറത്തേക്ക് വരുന്നത്, പ്രകാശം പുറത്തേക്ക് വരുന്നത്. അത് പക്ഷേ രാത്രി ആണെങ്കിലും പകലാണെങ്കിലും അതിൻ്റെ ശരീരം ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ആ പ്രകാശം എപ്പോഴേ കാണത്തുള്ളൂ? രാത്രി മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, കാരണം ഇരുട്ടായതുകൊണ്ട്. പകലെങ്ങാനും ഒരു മിന്നാമിനിങ്ങിനെ കൈ കിട്ടിയാലും നമുക്കറിയാം അതിൻ്റെ ദേഹത്ത് നിന്ന് അതിങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ പറഞ്ഞതിൽ തന്നെ കുറച്ച് എനർജി ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾസിൽ ഏതൊക്കെ ഊർജത്തിനെ കുറിച്ച് പറഞ്ഞു? എക്സാമ്പിൾ പറഞ്ഞൊക്കെ ചൂട്, ഹീറ്റ് പറഞ്ഞു. ഹീറ്റിന് നമ്മൾ സാധാരണ മലയാളത്തിൽ താപം എന്ന് പറയും. പിന്നെ പ്രകാശം, അല്ലേ? ലൈറ്റ്, പ്രകാശം. പിന്നെ പറഞ്ഞ എക്സാമ്പിൾസ് ഒന്ന് ഓർത്തേ. ആരോ പറയുന്നുണ്ട്. ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിക്ക് എന്താ മലയാളത്തിൽ പറയുന്നേ? വൈദ്യുതി. വൈദ്യുതി. ഇനി വേറെ വല്ലതും ഞാൻ പറഞ്ഞോ? ഓക്കെ, ഈ 3 എണ്ണവും ഓരോ ഊർജ്ജരൂപമാണ്. ഈ ഊർജ്ജരൂപങ്ങളെ അടിസ്ഥാനമാക്കി തന്നെ നമ്മുടെ കെമിക്കൽ ചേഞ്ചസിനെ, അല്ലെ രാസമാറ്റങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഊർജ്ജത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? താപോർജം, പ്രകാശോർജം, വൈദ്യുതോർജം. ഏതൊക്കെ ഊർജ്ജത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി, ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിസിറ്റി എനർജി എന്നല്ല, ഇലക്ട്രിക്കൽ എനർജി. നമ്മൾ എനർജി ആയിട്ട് പറയുമ്പോഴതിനെ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയാം. വൈദ്യുതോർജം.
അപ്പം ഏതൊക്കെയാണ് 3 ഊർജ്ജ രൂപങ്ങൾ? എന്തോ റെക്കോർഡ് ചെയ്യുന്ന ക്ലാസ് കേൾക്കാനായിട്ട് പറയാം കേട്ടോ, റെക്കോർഡ് ചെയ്തിരുന്നത്. അപ്പം ഏതൊക്കെയാണ് 3 ഊർജ്ജ രൂപങ്ങൾ? വൈദ്യുതോർജ്ജം അല്ലേ, താപോർജ്ജം, പ്രകാശോർജ്ജം, വൈദ്യുതോർജ്ജം. 3 എനർജി ഫോംസ് ഏതൊക്കെയാണ്? വിച്ച് ആർ ദ 3? ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി, ഇലക്ട്രിക്കൽ എനർജി. അപ്പം ഇതിനെ ഓരോന്നിനെയും ബേസ് ചെയ്ത് നമ്മുടെ രാസമാറ്റങ്ങളെ, അതായത് കെമിക്കൽ ചേഞ്ചസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ചേഞ്ചസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 3. നോട്ടോടെ ഞാൻ പറയുവാണേ, എഴുതിക്കോണേ. അടുത്ത ക്ലാസ്സിൽ ചോദിക്കുമ്പം ലിംഗസയായിട്ടിരിക്കരുത്. ചേഞ്ചസ് ക്യാൻ ബി ക്വസ്റ്റ്യനായിട്ടൊന്നുമില്ല, നോട്ടായിട്ടങ്ങ് എഴുതിയാൽ മതി. കൊച്ചു ക്ലാസ്സിലല്ലേ നമ്മൾ ക്വസ്റ്റ്യനും ആൻസർ എഴുതി പോകുന്നത്. അപ്പം നമ്മൾ നോട്ട് എഴുതുക, ആ നോട്ട് പഠിക്കുക, ടെക്സ്റ്റും വായിച്ചു പോകും. എന്തോ കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടായിരുന്നല്ലോ ഹോംവർക്ക് എന്നും പറഞ്ഞു. നോട്ടിൻ്റെ ഇട്ടില്ല, ഹോംവർക്ക് എന്നും പറഞ്ഞോണ്ടോ ലിങ്ക് ആയിട്ടുള്ളൂ. നോട്ടിൻ്റെ ഇട്ടേക്കാം. ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയംകാരെ എഴുതിയോ? ചേഞ്ചസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 3 based on the energy forms. എത്ര എഴുതിയോ? energy forms. Based on the energy forms. Changes can be classified into 3 based on the energy forms. ഓക്കെ, മലയാളം മീഡിയംകാർ എഴുതിക്കൊള്ളുക. രാസമാറ്റങ്ങളെ ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 തരംതിരിക്കാം. രാസമാറ്റങ്ങളെ ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 തരംതിരിക്കാം. രാസമാറ്റങ്ങളെ ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 തരംതിരിക്കാം. എന്നിട്ട് താഴോട്ട് എഴുതുക. എത്ര എഴുതിയോ ഇട്ടേക്കാര്? എഴുതി. എന്നിട്ട് താഴോട്ട് എഴുതിയേ ഊർജ രൂപങ്ങൾ. പുസ്തകം വായിച്ചിരിക്കണേ. ഊർജ രൂപങ്ങൾ: താപോർജം, 1 കൊടുത്തിട്ട് താപോർജം, 2 കൊടുത്തിട്ട് വൈദ്യുതോർജം അല്ലെങ്കിൽ പ്രകാശോർജം, 3 കൊടുത്തിട്ട് വൈദ്യുതോർജം. ഊർജ രൂപങ്ങളിൽ നിന്ന് താഴെ ഒന്ന് കൊടുക്കുക. എന്നിട്ട് താപോർജം, പ്രകാശോർജം, വൈദ്യുതോർജം. താപോർജം, പ്രകാശോർജം, വൈദ്യുതോർജം. ഇംഗ്ലീഷ് മീഡിയംകാരവിടെ എനർജി ഫോംസ് എന്ന് കൊടുത്തിട്ട് ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി, ഇലക്ട്രിക്കൽ എനർജി. ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി, ഇലക്ട്രിക്കൽ എനർജി. അത്ര എഴുതിയോ 2 ക്ലാസ്സുകാരും? എഴുതി. ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി, ഇലക്ട്രിക്കൽ എനർജി. താപോർജം, പ്രകാശോർജം, വൈദ്യുതോർജം. അത്ര എഴുതിയോ? ഓക്കെ. നമുക്കെന്നാ ഇനി അടുത്ത ഭാഗത്തായിട്ട് പോകാം. നമ്മൾ പറഞ്ഞു എനർജിയെ ബേസ് ചെയ്തിട്ട് കെമിക്കൽ റിയാക്ഷൻസിനെ, രാസമാറ്റങ്ങളെ തരംതിരിക്കുന്നതാണ് പറയുന്നത്. അതിൽ 3 ഊർജ്ജ രൂപങ്ങളെ ബേസ് ചെയ്താൽ പറഞ്ഞേ. അതിൽ ആദ്യത്താണ് പറയുന്നത് ഹീറ്റ് എനർജി. ഹീറ്റ് എനർജിയെ ബേസ്, ഇപ്പം സബ് ഹെഡിങ് ആയിട്ട് കൊടുക്കുക. ഹീറ്റ് എനർജി: താപോർജം,
ഹീറ്റ് എനർജിയെ ബേസ് ചെയ്ത് ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ഹീറ്റ് എനർജിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാസമാറ്റങ്ങൾ അല്ലെ കെമിക്കൽ ചേഞ്ചസിന് പൊതുവിൽ അതിന് പറയുന്ന പേരാണ് തെർമോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയും. തെർമോ കെമിക്കൽ റിയാക്ഷൻ, അത് എഴുതാനുള്ള സമയം ഞാൻ പിന്നീട് തരാം. അപ്പം ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഹീറ്റ് എനർജിയുമായി ബന്ധപ്പെട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ്, അത് ഹീറ്റ് എനർജിയെ അബ്സോർബ് ചെയ്യുകയോ, ആരുടെ ഓഡിയോ ഓൺ ആണ്, ഇച്ചിരി ഡിസ്റ്റർബൻസ് വരുന്നത്, ആ ഓഡിയോ ഓഫ് ചെയ്യണേ. ഹീറ്റ് എനർജിയെ അബ്സോർബ് ചെയ്യുക വെച്ചാൽ അകത്തേക്ക് എടുക്കുകയോ അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് പുറന്തള്ളുകയോ ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ തെർമോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയും. അത് താപോർജം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഒരു രാസമാറ്റം നടക്കുകയോ അല്ലെ ഒരു രാസമാറ്റത്തിൻ്റെ ഫലമായിട്ട് താപോർജം പുറന്തള്ളുകയോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള രാസമാറ്റങ്ങളെ താപ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയും. ഇപ്പം താപരാസപ്രവർത്തനം എന്നുള്ള പേര് കേട്ടാൽ ഏത് ഊർജ്ജമാണ് മനസ്സിൽ വരണ്ടേ? താപോർജം അല്ലേ? ഞാൻ താപരാസപ്രവർത്തനം എന്ന് പറയുമ്പം 8 ഏക്കാർ വേണം ഉത്തരം പറയാൻ. തെർമോ കെമിക്കൽ എന്ന് പറയുമ്പോൾ 8 ഇംഗ്ലീഷ് മീഡിയംകാർ വേണം ഉത്തരം പറയാൻ. എല്ലാവരും ഇവിടെ ഉണ്ടോയെന്ന് അറിയണ്ടേ? താപരാസപ്രവർത്തനം എന്നുള്ള പേര് കേട്ടാലേ ഏത് ഊർജ്ജവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് മനസ്സിൽ വരണ്ടേ? താപോർജം. ആ പേര് അവിടെ തന്നെ ഉണ്ട് കേട്ടോ, താപരാസപ്രവർത്തനം. തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ തെർമൽ എന്ന് പറയുമ്പോൾ ഹീറ്റുമായി ബന്ധപ്പെട്ടുള്ള തെർമോ എന്നുള്ള വാക്ക് ഹീറ്റുമായി ബന്ധപ്പെടും. അപ്പോൾ തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഏത് എനർജിയാണ് നമ്മൾ ഓർമ്മയിൽ കൊണ്ടുവരേണ്ടേ? ഹീറ്റ് എനർജി. 1-2 എക്സാമ്പിൾ ഹീറ്റ് എനർജി. അപ്പം ഞാൻ ഈ ഡെഫിനിഷൻസ് പറഞ്ഞെന്ന് പോട്ടെ, നമ്മൾ ഓരോന്ന് എന്താണെന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് പോട്ടെ. പിന്നെ നമുക്ക് ചെയ്യാനുള്ള എക്സ്പെരിമെൻറ്റ്സ് ആണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എക്സ്പെരിമെൻറ്റിൻ്റെ വീഡിയോ ഇങ്ങനെ ഷെയർ ചെയ്യുക. അപ്പോഴത്തെ നിങ്ങൾക്ക് അത് എഴുതിയും കൂടെ അടുത്ത ക്ലാസ്സിന് മുന്നേ നിങ്ങളത് സ്റ്റെപ്പ് എഴുതിയും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നും പഠിച്ചു പോകാനും എളുപ്പമുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാനൊന്ന് പറയാം. നമ്മൾ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുന്നത്, ആസിഡും വാട്ടറൂടെ മിക്സ് ചെയ്യുകയാണ്. ആസിഡും വാട്ടറൂടെ മിക്സ് ചെയ്യുന്നു. ഡൈല്യൂട്ടിങ് ആൻ ആസിഡ്. ഒരു ആസിഡ് എന്ന് പറയുന്നത് നല്ല വീര്യമുള്ള സാധനമാണല്ലോ, തൊട്ടാൽ കൈയൊക്കെ പൊള്ളത്തില്ലേ. നമ്മൾ ആസിഡിൻ്റെ വീര്യം ഇച്ചിരി കുറയ്ക്കാൻ, ആ ഒരു കോൺസെൻട്രേഷൻ ഇച്ചിരി കുറയ്ക്കാനായിട്ട് വാട്ടർ മിക്സ് ചെയ്യാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആസിഡിലോട്ടാണോ വാട്ടർ ഒഴിക്കേണ്ടത്, വാട്ടറിലോട്ടാണോ ആസിഡ് ഒഴിക്കേണ്ടത്? എന്തുകൊണ്ട് എപ്പം ആസിഡ് ഡൈല്യൂട്ട് ചെയ്താലും വാട്ടറിലോട്ടേ ആസിഡ് ഒഴിക്കാവോ, തിരിച്ചൊഴിക്കാൻ പാടില്ല? വൈ? അതിനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഈ ആസിഡും അതിനുള്ള കാരണം കൂടി പറയുമ്പോഴും അതിൻ്റെ ഉത്തരവും കൂടെ ആവും. ഈ ആസിഡും വാട്ടറും കൂടെ ഉള്ള ആ ഒരു റിയാക്ഷനിലുണ്ടല്ലോ, നമ്മളിപ്പം വാട്ടറിലോട്ട് അല്പം ആസിഡ് ഒഴിച്ച് അതിൻ്റെ ഡൈല്യൂഷൻ കുറച്ചെന്ന് വെച്ചു, അതിൻ്റെ ടെസ്റ്റ് ട്യൂബിൻ്റെ വെളിയിൽ നമ്മൾ തൊട്ട് നോക്കിയാലുണ്ടല്ലോ ഭയങ്കര ചൂടാണ്. അതിൻ്റെ അടുത്ത് എന്ത് ലിബറേറ്റ് ചെയ്ത്, എന്ത് പുറന്തള്ളി? ആസിഡും വാട്ടറൂടെ റിയാക്ട് ചെയ്ത് ഹീറ്റ് പുറന്തള്ളി. അപ്പോൾ ഈ ഒരു ആസിഡും വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്നതാണ്, താപത്തിനെ പുറന്തള്ളുന്നതാണ്, താപം പുറത്തേക്ക് വിടുന്ന പ്രവർത്തനം. അപ്പോൾ ഈ ആസിഡിലോട്ട് ഇപ്പോൾ വാട്ടർ ഒഴിച്ചാൽ അപ്പോൾ എന്തായിരിക്കും അവസ്ഥ? ആസിഡിലോട്ട് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത, അതായത് ആസിഡ് പെട്ടെന്ന് തെറിച്ച് നമ്മുടെ ദേഹത്ത് വീഴാനും ആണ് ഹീറ്റ് ലിബറേറ്റ് ചെയ്യാണ് അല്ലേ? നല്ല ചൂടുള്ളൊരു സാധനത്തിലോട്ട്, നല്ല ചൂടായിട്ടിരിക്കും, വീട്ടിൽ തന്നെ ഗ്യാസിൻ്റെ മേളിൽ അല്ലെങ്കിൽ അടുപ്പിലോട്ട് ഒരു പാത്രം നമ്മൾ വെച്ചു, അതിലോട്ട് അല്പം നല്ല എന്തോ അല്ല അതൊന്നും വേണ്ട, ഒരു പാത്രം വെറും കാലിപ്പാത്രം അവിടെ വെച്ച് വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞ് നമ്മൾ അറിഞ്ഞില്ല ഇങ്ങനെ ഇരിക്കുക, അറിയാതെ ഒരു തുള്ളി വെള്ളം ഒന്ന് വീഴ്ത്തിയാൽ വെള്ളം തെറിച്ച് വരുന്ന കണ്ടില്ലേ, തെറിച്ച് വരുന്നേ. അപ്പോൾ ഈ ആസിഡിലേക്ക് എന്നാൽ വെള്ളം ഒഴിച്ചാലത്തെ അവസ്ഥ ഇതുപോലെ, ആസിഡ് ഇങ്ങനെ തെറിച്ച് നമ്മുടെ ദേഹത്തേക്ക് വീഴും. ആണ് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നത്, നല്ല ചൂടായിട്ടിരിക്കുന്ന സാധനം, ചൂടായിട്ടിരിക്കുന്നിടത്തോട്ട് വെള്ളം ഒഴിക്കുമ്പം തെറിച്ചിങ്ങി വരത്തില്ലേ. അപ്പം അതുപോലെ, അതുകൊണ്ട് എപ്പോഴും ആസിഡ് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ, വീര്യം കുറയ്ക്കാൻ ശ്രമിച്ചാൽ എന്തേ ചെയ്യാവുള്ളൂ? വാട്ടറിലോട്ടേ ആസിഡ് ഒഴിക്കാവുള്ളൂ, അത് ഓർക്കാം. അപ്പോൾ ആസിഡും വാട്ടറുമായിട്ടുള്ള റിയാക്ഷനിൽ ആസിഡും, ആരോ അതിൻ്റെ ഇടയ്ക്ക് എന്തോ മലയാളം ചോദിച്ചു, എന്തുമായിരുന്നു, ഏത് വാക്കിൻ്റെ ആയിരുന്നു കുഞ്ഞെ?
ലിബറേറ്റ് വെച്ചാൽ പുറന്തള്ളുക എന്നർത്ഥം. പുറന്തള്ളുക. ഏതെങ്കിലും വാക്ക് വിട്ടു വന്നെങ്കിൽ പറയണേ. മലയാളം കിട്ടാതെ കാണാൻ വരുന്നെങ്കിൽ പറയണേ. പറഞ്ഞു പോകുന്നത് ഞാൻ രണ്ടും ഒരുപോലെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. എന്തെങ്കിലും എന്നാൽ അഥവാ എന്തെങ്കിലും ഒന്ന് ലാഗ് ചെയ്ത് പോവാണെങ്കിൽ അപ്പോഴേ ചോദിക്കണം കേട്ടോ. അപ്പോൾ അവിടെ ആസിഡും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ തന്നെ ആസിഡും ജലവും കൂടെ റിയാക്ട് ചെയ്യാണ്, വാട്ടറും കൂടെ റിയാക്ട് ചെയ്യാണ്. അപ്പോൾ തന്നെ അവിടെ ഏതിനെ ലിബറേറ്റ്, ഏതിനെ പുറന്തള്ളും, ഏത് ഊർജ്ജത്തിനെ പുറന്തള്ളും? ഹീറ്റിനെ പുറന്തള്ളും. താപം, ഹീറ്റ് എന്ന് വെച്ചാൽ താപം, താപത്തിനെ പുറത്തേക്ക് വരും. പുറന്തള്ളുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ലിബറേറ്റ് ചെയ്യുക എന്നർത്ഥം. ലിബറേറ്റ് ചെയ്യുക. ആ വാക്കുകൾ ഓർത്തിരുന്നോളാം. നമ്മൾ കെമിസ്ട്രിയിൽ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലിബറേറ്റ് ചെയ്യുക, പുറന്തള്ളുക. ഇവിടെ ഹീറ്റ് ലിബറേറ്റ് ചെയ്തു. എന്നാൽ ചില പ്രവർത്തനങ്ങളുണ്ടല്ലോ, നമ്മൾ അങ്ങോട്ട് താപം കൊടുത്തെങ്കിലേ അവിടെ മാറ്റം നടക്കത്തുള്ളൂ. അതിന് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ പറ്റുമെങ്കിൽ നമുക്കൊന്ന് ചെയ്യാം. പറ്റുമെങ്കിൽ ചെയ്യാമെന്ന് വെച്ചാൽ എനിക്ക് എല്ലാ സാധനങ്ങളും ഒന്നും ലഭ്യമല്ല. അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസ് ആണെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇപ്പം കോളത്തിനുള്ളിൽ എഴുതിയൊക്കെ പോകാം. എനിക്ക് എക്സ്പെരിമെൻ്റ് എഴുതുന്ന രീതി എങ്ങനെയാണെന്ന് അറിയാലോ. ഞാൻ ക്ലാസ്സിൻ്റെ അവസാനം ഒന്ന് പറയാം. ആ രീതിയിൽ ഓരോ എക്സ്പെരിമെൻ്റ് എഴുതി വെച്ചിരിക്കണം കേട്ടോ. ഇപ്പം ഞാൻ എന്താണെന്നുള്ളത് പറയാം. അല്ല, എക്സ്പെരിമെൻറ്റ്സ് ഉള്ളതേ, എക്സ്പെരിമെൻറ്റ്സിന് ചെയ്യാനുള്ള കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. ആ എക്സ്പെരിമെൻറ്റ്സ് കെമിക്കൽസ് എൻ്റെ കയ്യിൽ സ്കൂളിലെങ്ങാനും ചെല്ലുന്ന സമയത്ത് എടുക്കാൻ പറ്റുവാണെങ്കിൽ അത് നമുക്ക് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഷെയർ ചെയ്യാം. അതല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് വീഡിയോ കിട്ടുന്നതനുസരിച്ച് ഷെയർ ചെയ്യാം. അന്നേരം അത് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചു പോകാം ഓരോന്ന്. ഇപ്പോൾ തെർമോകെമിക്കൽ റിയാക്ഷൻ എന്താണെന്നുള്ളതാണ്, താപരാസപ്രവർത്തനം എന്താണെന്നുള്ളത് ഞാൻ പറയുകയാണേ. ഓക്കെ. അപ്പോൾ ഈ ഒരു ആസിഡും വാട്ടറോട് റിയാക്ട് ചെയ്താൽ ഹീറ്റിനെ പുറന്തള്ളുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അവിടെ ഹീറ്റ് പുറത്തേക്ക് വരികയാണ്. എന്നാൽ ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒരു ടെസ്റ്റ് ട്യൂബിലെടുത്ത്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരെണ്ണമാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒരു ടെസ്റ്റ് ട്യൂബിലെടുത്തിട്ട് ചൂടാക്കുന്നു. ചൂടാക്കിയതിന് ശേഷം ഒരു കത്തിച്ചതായ ഒരു ഈർക്കിൾക്കൊള്ളിയോ അല്ലെങ്കിൽ ചന്ദനത്തരി എന്തെങ്കിലും ആ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്തേക്ക് കാണിച്ചാൽ അത് ആളിക്കത്തുന്നതായിട്ട് തോന്നും. ഈ വീണ്ടും ആളിക്കത്താൻ സഹായിക്കാമെന്ന് വെച്ചാൽ ഓക്സിജൻ വാതകം ഉണ്ടാകുമ്പോൾ, അത് അടുത്ത ക്ലാസ്സിൽ ഒരെണ്ണം കാണിക്കാം. ഓക്സിജൻ വാതകം ഉണ്ടാകുമ്പോൾ അത് വീണ്ടും കത്താൻ സഹായിക്കുന്നത്. ഓക്സിജൻ വാതകം ആണ് പഠിപ്പിച്ചിട്ട് അന്നേരം കണ്ടായിരുന്നു നിങ്ങളല്ലേ. പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതൊക്കെ നമുക്ക് ഈ മെഡിക്കൽ സ്റ്റോറിലാണെങ്കിലും മേടിക്കാൻ കിട്ടും. 5 രൂപയോ മറ്റേ ഉള്ളൂ. അതൊക്കെ നമുക്ക് അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്നത്. അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. അടുത്ത ക്ലാസ്സിൽ എക്സ്പെരിമെൻറ്റ്സ് എഴുതിക്കൊണ്ട് വന്നെങ്കിൽ നമുക്ക് പറഞ്ഞു പോകാനും പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ നമ്മൾ ഹീറ്റ് അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് എന്തും സംഭവിക്കുന്നത്? ഹീറ്റ് അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് മാറ്റം നടക്കുന്നത് അല്ലേ. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ വിറക് കത്തിക്കത്തില്ലേ, വുഡ്. വിറക് കത്തിയാൽ എന്തായിട്ട് മാറും? ചാരം. വുഡ് കത്തിയാൽ ആഷായിട്ട് മാറും, ചാരമായിട്ട് മാറും അല്ലേ. ഈ ചാരമായിട്ട് മാറുക എന്ന് വെച്ചാൽ അതൊരു രാസമാറ്റം അല്ലയോ, കെമിക്കൽ റിയാക്ഷൻ അല്ലയോ ആണ്. ആ മാറ്റം നടക്കണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? അവിടെ ചൂട് അങ്ങോട്ട് കൊടുക്കണം അല്ലേ. ചൂട് അങ്ങോട്ട് കൊടുത്താലേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ 2 കാര്യം പറഞ്ഞു. ഒരു കെമിക്കൽ റിയാക്ഷൻ, ഒരു രാസമാറ്റത്തിൻ്റെ ഫലമായിട്ട് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന, താപം ലിബറേറ്റ് ചെയ്യുന്നത്, ലിബറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ മലയാളത്തിൽ എന്താ പറയുന്നത്? പുറത്തേക്ക് വരുന്ന, പുറന്തള്ളുന്ന പ്രവർത്തനമുണ്ട്. പിന്നെ ഒരു ഹീറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട്, അബ്സോർബ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ആഗിരണം ചെയ്തുകൊണ്ട്. അബ്സോർബ് എന്നുള്ളതിൻ്റെ വാക്കിൻ്റെ അർത്ഥം ആഗിരണം ചെയ്യുക. ആഗിരണം ചെയ്തുകൊണ്ട് നടക്കുന്ന മാറ്റമുണ്ട്. ഇപ്പോൾ രാസമാറ്റങ്ങൾ ഹീറ്റുമായി ബന്ധപ്പെട്ട് ഞാൻ 2 രീതിയിൽ പറഞ്ഞു. ലിബറേറ്റ് ചെയ്യുന്നത്, ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുന്നത്, ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നത്. താപം പുറന്തള്ളുന്നത്, താപം സ്വീകരിക്കുന്നത്. ആഗിരണം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുക എന്ന് പറയും. ആഗിരണം ചെയ്യുക അല്ലെങ്കിൽ സ്വീകരിക്കുക. ഇതിനെ ബേസ് ചെയ്ത് നമ്മുടെ താപവുമായി ബന്ധപ്പെട്ടുള്ള രാസമാറ്റത്തിന് 2 പേരുകൾ ഉപയോഗിക്കുന്നുണ്ട്. 2 പേരുകൾ. അതാണ് ഞാൻ അടുത്ത പറയാൻ പോകുന്നത്. നമ്മൾ താപവുമായി ബന്ധപ്പെട്ടുള്ള രാസമാറ്റങ്ങളെ പൊതുവെ, ഹീറ്റുമായി ബന്ധപ്പെട്ടുള്ള രാസമാറ്റങ്ങൾ എന്തായിരുന്നു? താപവുമായി ബന്ധപ്പെട്ടുള്ള രാസമാറ്റത്തിന് എന്തായിരുന്നു പൊതുവെ പറഞ്ഞ പേര്?
താപം. താപം എന്ന് പറയുമ്പോൾ ആര് പറയണം? മലയാളത്തിൽ പറഞ്ഞപ്പോൾ മലയാളം മീഡിയംകാർ ഉത്തരം പറയട്ടെ. താപവുമായി ബന്ധപ്പെട്ട രാസമാറ്റങ്ങളെ പൊതുവിൽ നമ്മൾ പറഞ്ഞ പേരെന്താ? പറ. ഞാൻ എഴുതി തുടങ്ങിയപ്പോഴാണ് ഉത്തരം വന്നേ. താപരാസപ്രവർത്തനം എന്ന് പൊതുവിൽ പറഞ്ഞു അല്ലേ? അതിനെന്താന്ന് ഇംഗ്ലീഷ് പറയുന്നേ? തെർമോകെമിക്കൽ റിയാക്ഷൻസ്. തെർമോകെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ ഈ തെർമോകെമിക്കൽ റിയാക്ഷൻസിലെ താപരാസപ്രവർത്തനത്തിന് ഏത് ഊർജവുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹീറ്റ്. താപോർജവുമായിട്ട്, ഹീറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലേ? അപ്പം ഇതിനെ രണ്ടായിട്ട് നമ്മൾ തരംതിരിക്കുകയാണ്. ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷൻ. ലിബറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ മലയാളത്തിൽ എന്താ പറയുന്നത്? പുറത്തേക്ക് വിടുക, പുറന്തള്ളുക, പുറന്തള്ളുന്ന റിയാക്ഷൻ. പിന്നുള്ളത് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ. സ്വീകരിക്കുന്ന അല്ലെ ആഗിരണം, സ്വീകരിക്കുക, അല്ലെങ്കിൽ വേറൊരു വാക്ക് ആഗിരണം ചെയ്യുക, അത് സ്വീകരിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പം താപരാസപ്രവർത്തനത്തിനെ അല്ലെ തെർമോകെമിക്കൽ റിയാക്ഷനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കാൻ പോവാണ്. ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷനും ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുന്ന പ്രവർത്തനം. ഒരു രാസമാറ്റത്തിൻ്റെ ഫലമായിട്ട് താപം പുറത്തേക്ക് വരുന്ന പ്രവർത്തനവും ഒരു രാസമാറ്റം നടക്കാൻ വേണ്ടി താപം ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനം. ഇനി താപം പുറത്തേക്ക് വിടുന്ന പ്രവർത്തനത്തിനെ നമ്മൾ എക്സോതെർമിക് എന്ന് പറയും. എക്സോതെർമിക്. എക്സോസ്റ്റ് ഫാൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നമ്മുടെ വാതക വായുവിനെ വെളിയിലേക്ക് വിടുന്നത് എക്സോ. അതിന് മലയാളത്തിൽ താപമോചക രാസപ്രവർത്തനം എന്ന് പറയും. താപത്തിനെ പുറന്തള്ളുന്ന രാസമാറ്റങ്ങളെ താപമോചക രാസപ്രവർത്തനം എന്ന് പറയും. എക്സോതെർമിക് ഒന്നുകൂടെ ഞാൻ പറയാം, എഴുതാൻ നേരം പറയാം. ഇനി താപത്തിനെ സ്വീകരിച്ച് നടക്കുന്നതിനെ, താപം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നടക്കുന്നതിനെ അകത്തേക്ക് ചെയ്യുക, എൻ്റർ എന്ന് പറയത്തില്ലേ നമ്മൾ ഇംഗ്ലീഷിൽ. അതുകൊണ്ട് എൻഡോതെർമിക് എന്ന് പറയും. എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയും. താപത്തിനെ ആഗിരണം ചെയ്യുന്നതിനെ താപാഗിരണ രാസപ്രവർത്തനം. താപാഗിരണ രാസപ്രവർത്തനം. അപ്പോൾ താപരാസപ്രവർത്തനത്തിന് എത്രയായി തരംതിരിച്ചിട്ടുണ്ട്? രണ്ടായിട്ട്. ഏതൊക്കെയാ? താപമോചക രാസപ്രവർത്തനവും താപാഗിരണ രാസപ്രവർത്തനവും. Thermochemical reactions are classified into two. Which are they? Okay. എക്സോതെർമിക് റിയാക്ഷനും എൻഡോതെർമിക് റിയാക്ഷനും. വാക്കിൽ തന്നെ ഓർത്തോണം കേട്ടോ. എക്സോ എന്ന് വെച്ചാൽ വെളിയിലേക്ക്, എൻഡോ എന്ന് വെച്ചാൽ ഉള്ളിലേക്ക്. മലയാളം മീഡിയംകാർക്ക് ഒന്നുകൂടി എളുപ്പമാണ്. താപമോചകം, മോചിപ്പിക്കുക എന്ന് വെച്ചാൽ പുറത്തേക്ക് വിടുക എന്നുള്ള അർത്ഥം അല്ലേ? സ്വതന്ത്രമാക്കുക എന്നുള്ള അർത്ഥം. താപമോചകം എന്ന് പറയുമ്പോൾ താപത്തിനെ പുറന്തള്ളുന്നു. താപാകിരണം എന്ന് പറയുമ്പോൾ താപത്തിനെ ഉള്ളിലേക്ക് എടുക്കുന്നു. ഇത്രയും പിടി കിട്ടിയോ? സംശയമുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എവിടെ വരെയാ പറഞ്ഞത്? എവിടെ വരെയാണ് നിങ്ങൾ എഴുതിയത്? ഹീറ്റ് എനർജി എന്ന് ഹെഡിങ്. ഹീറ്റ് എനർജി എന്നാണോ ഹെഡിങ് എടുത്ത് വെച്ചേക്കുന്നത്? അപ്പം അന്നേരം താപോർജം എന്ന് ഹെഡിങ് എടുത്ത് വെച്ചേക്കല്ലേ? അപ്പം അന്നേരം അതിൻ്റെ താഴോട്ട് എഴുതിയേ. ആർക്ക് വേണ്ടി ആദ്യം പറയണം? ഇംഗ്ലീഷ്. മലയാളം മീഡിയത്തിന് വേണ്ടിയിട്ട് ആദ്യം. നേരത്തെ ഇംഗ്ലീഷ് മീഡിയത്തിനല്ലേ ആദ്യം പറഞ്ഞു. ഇപ്പം മലയാളം മീഡിയത്തിന് വേണ്ടി ആദ്യം പറയാം. ആൽഫി എവിടൊക്കെ തന്നെ ഉണ്ടോ? ആൽഫി എവിടൊക്കെ തന്നെ ഉണ്ടോ? ആൽഫില് ആൽഫി താമസിച്ചിപ്പോൾ കയറും, ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. എവിടെ ആയി പോകുന്നതിൻ്റെ ഇടയ്ക്ക്? ഗെയിം കളിക്കാൻ പോകുന്നു. ഞാൻ കേട്ടില്ല. ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ആ വോയിസ് കൂടെ കേൾക്കാൻ പറ്റത്തില്ല. അന്നേരം നിങ്ങൾ ചുമ്മാതിരിക്കേണ്ടി വരും. ഓക്കെ, മലയാളം മീഡിയംകാർ എഴുതിക്കോ. താപോർജവുമായി ബന്ധപ്പെട്ട
രാസമാറ്റങ്ങളെ താപോർജ്ജവുമായി ബന്ധപ്പെട്ട രാസമാറ്റങ്ങളെ താപ രാസപ്രവർത്തനങ്ങൾ രാസപ്രവർത്തനങ്ങളെ അല്ലെ രാസമാറ്റങ്ങളെ താപരാസപ്രവർത്തനം രാസപ്രവർത്തനം എന്ന് അറിയപ്പെടുന്നു. താപരാസപ്രവർത്തനം എന്നറിയപ്പെടുന്നു. ഇംഗ്ലീഷ് മീഡിയംകാർ മലയാളം മീഡിയംകാർ എഴുതി കഴിഞ്ഞല്ലോ അത്രയും. ഇംഗ്ലീഷ് മീഡിയംകാർ എഴുതിക്കോ എന്നറിയപ്പെടുന്നു. ഇംഗ്ലീഷ് മീഡിയംകാർ എഴുതിക്കോ. The chemical reaction associated with heat energy are called thermochemical reactions. The heat energy ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞേ. കെമിക്കൽ റിയാക്ഷൻസ് ഇതോ തുടക്കത്തിൽ പറഞ്ഞേ. അസോസിയേറ്റഡ് വിത്ത് ഹീറ്റ് എനർജി associated with heat energy are called thermochemical reactions. ഇനി മലയാളം മീഡിയംകാർ എഴുതിക്കോ. താപരാസ പ്രവർത്തനങ്ങളെ രണ്ടായി തരംതിരിക്കാം. ഈ നോട്ട് തരുന്നത് പഠിക്കാനാണ്, ഓർത്തോണേ. അല്ലെങ്കിൽ ഞാൻ എവിടെ വരെ പഠിപ്പിച്ചോ അത്രയും എംബോസിഷൻ 25 പ്രാവശ്യം എഴുതിപ്പിക്കും. ഇന്ന് 20 ആയിരുന്നെങ്കിൽ നാളെ ഇത് 25 മാറും അടുത്ത ക്ലാസ്സിൽ. ഡെഫിനേഷൻ ഉൾപ്പെടെ നോട്ട് ഉൾപ്പെടെ അങ്ങോട്ട് പറഞ്ഞു തരുക. പുസ്തകം വായിക്കുക എന്നുള്ള ഒറ്റ ഡ്യൂട്ടിയേ ഉള്ളൂ, ഇനി അത് പഠിക്കുക എന്നുള്ള ഡ്യൂട്ടിയേ ഉള്ളൂ. താപരാസ പ്രവർത്തനങ്ങളെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് താപമോചക രാസപ്രവർത്തനം. രണ്ട്, നിങ്ങളുടെ പുസ്തകത്തിൽ താപശോഷകോ എന്നാണോ താപാകിരണോ എന്നാണോ തന്നിരിക്കുന്നത്? രണ്ടും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. നേരത്തെ അത് താപശോഷകോ എന്നായിരുന്നു. താപാകിരണ രാസപ്രവർത്തനം. താപരാസപ്രവർത്തനങ്ങളെ രണ്ടായി തരംതിരിക്കാം. താപമോചക രാസപ്രവർത്തനവും താപാകിരണ രാസപ്രവർത്തനവും. എന്നിട്ട് താപമോചകം എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ട് അതിൻ്റെ താഴോട്ട് എഴുതിയേ. താപമോചകം എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ട് അതിൻ്റെ താഴോട്ട് എഴുതിയേ. മ്യൂസിക് ക്ലാസ്സിന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പോയാൽ മതി. താപമോചകം എന്ന് ഹെഡിങ് കൊടുത്തിട്ട് അതിൻ്റെ താഴോട്ട് എഴുതുക. രാസമാറ്റത്തിൻ്റെ ഫലമായി താപോർജം അല്ലെ താപം പുറന്തള്ളുന്ന മാറ്റങ്ങളെ താപമോചക രാസപ്രവർത്തനം എന്ന് പറയുന്നു. രാസമാറ്റത്തിന്റെ ഫലമായി താപോർജം പുറന്തള്ളുന്ന മാറ്റങ്ങളെ താപമോചക രാസപ്രവർത്തനം എന്ന് പറയുന്നു. അതിൽ തന്നെ താപാകിരണത്തിന് അപ്പം ചെറിയ മാറ്റം വരുത്തിയാൽ മതി. എന്തുവാ മാറ്റം? അല്ലല്ല, രാസമാറ്റത്തിന്റെ ഫലമായി എന്നപ്പം കൊടുക്കരുത്. താപ ആഗിരണം ചെയ്ത് നടക്കുന്ന രാസമാറ്റങ്ങളെ താപാകിരണ രാസപ്രവർത്തനം എന്ന് പറയുന്നു. താപോർജം ആഗിരണം ചെയ്ത് ഉള്ളിലേക്കെടുത്ത് താപോർജം ആഗിരണം ചെയ്ത് നടക്കുന്ന രാസമാറ്റങ്ങളെ താപാകിരണ രാസപ്രവർത്തനം എന്ന് പറയുന്നു. എഴുതിയതൊന്ന് വായിച്ച് നോക്കി 8 ഞാൻ 8B പറഞ്ഞു കൊടുത്തേച്ച് 8 ഇംഗ്ലീഷ് മീഡിയത്തിന് പറഞ്ഞു കൊടുത്തേച്ച് വരുമ്പോഴത്തേന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 8 ചോദിക്കുക. ഏതാ? താപമോചകോ അതോ താപാകിരണോ? താപമോചക രാസപ്രവർത്തനം പറയുമ്പം
രാസമാറ്റത്തിന് ഫലമായി താപോർജ്ജം പുറന്തള്ളുന്ന മാറ്റങ്ങളെ താപമോചക രാസപ്രവർത്തനം എന്ന് പറയുന്നു. രാസമാറ്റത്തിന് ഫലമായി താപോർജ്ജം പുറന്തള്ളുന്ന രാസമാറ്റങ്ങളെ താപമോചക രാസപ്രവർത്തനം എന്ന് പറയുന്നു. താപാകിരണം എന്ന് പറയുമ്പോൾ താപോർജ്ജം ആകിരണം ചെയ്ത് നടക്കുന്ന രാസമാറ്റങ്ങളെ താപാകിരണ രാസപ്രവർത്തനം എന്ന് പറയുന്നു. താപോർജ്ജം ആകിരണം ചെയ്ത് നടക്കുന്ന രാസമാറ്റങ്ങളെ താപാകിരണ രാസപ്രവർത്തനം എന്ന് പറയുന്നു. ഇത് ഈ ക്ലാസ് കഴിയുമ്പോൾ നല്ലപോലെ നോട്ട് എഴുതി ഒരാളെ ഗ്രൂപ്പിലോട്ട് ഇട്ടേക്കണേ. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയംകാർ അവിടെ ഇരുന്ന് ഇപ്പോഴേ അങ്ങ് പഠിച്ചേ. ഇംഗ്ലീഷ് മീഡിയത്തിന് പറഞ്ഞു കൊടുത്തേച്ച് വരുമ്പോഴത്തേന് thermochemical reactions are classified into two. English മീഡിയംകാർ എഴുതിക്കോ. thermochemical reactions are classified into two. എഴുതി കഴിയാൻ പറയണേ. thermochemical reactions are classified into two. കഴിഞ്ഞോ? exothermic reactions 1 എന്ന് കൊടുത്തിട്ട് exothermic reactions 2 എന്ന് കൊടുത്തിട്ട് endothermic reactions. exothermic reactions 2 എന്ന് കൊടുത്തിട്ട് endothermic reactions. ഇനി അടുത്ത എക്സോതെർമിക്കിന് സബ്ഹെഡിങ് കൊടുത്തേ. എക്സോതെർമിക് റിയാക്ഷൻ സബ്ഹെഡിങ് കൊടുത്തേ. എക്സോതെർമിക് റിയാക്ഷൻ സബ്ഹെഡിങ് കൊടുത്തേ. പറയട്ടെ. The chemical reactions in which heat energy is liberated. സെൻറ്റൻസ് എഴുതിയോ? എഴുതി തുടങ്ങിയോ? ഒന്ന് മാറ്റം വരുത്തി. ഒന്ന് മാറ്റം വരുത്തുവാണേ. സെൻറ്റൻസ് ഒന്ന് മാറ്റം വരുത്തുവാണേ. ഇപ്പോൾ എഴുതി ഒന്ന് വെട്ടണേ. എന്നിട്ടോ അത് നല്ല കാര്യം. എക്സോതെർമിക് റിയാക്ഷൻ ഹെഡിങ് എടുത്തോ? ഇനി these are chemical reactions in which heat energy is liberated. These are chemical reactions in which heat energy is liberated. These are chemical reactions in which heat energy is liberated. Spelling തെറ്റിക്കല്ലേ? Heat energy is liberated. കഴിഞ്ഞോ? ഇനി എൻഡോതെർമിക് റിയാക്ഷൻ സബ്ഹെഡിങ് കൊടുത്തേ. These are chemical reactions in which heat energy is absorbed. These are chemical reactions in which heat energy is absorbed. Heat energy is absorbed. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ എൻഡോതെർമിക്കിൻ്റെയും എക്സോതെർമിക്കിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പം നിങ്ങൾ എക്സ്പെരിമെൻറ്റ് 1 നമ്പർ 1 എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം കൊടുക്കണം. പരീക്ഷണം 1 എന്ന് പറഞ്ഞു കൊടുത്തിട്ട് 3 കോളം ആക്കി തിരിക്കണം. നേരത്തെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുള്ള അറിയാലോ പരീക്ഷണം എഴുതുന്നത്. ഇപ്പം ഇതുപോലെ എഴുതി പോണേ. പരീക്ഷണം 1 എക്സ്പെരിമെൻറ്റ് 1 എന്ന് കൊടുത്തിട്ട് ആദ്യത്തെ കോളത്തിൽ എക്സ്പെരിമെൻറ്റ്, അതായത് പരീക്ഷണം. രണ്ടാമത്തെ കോളത്തിൽ ഒബ്സർവേഷൻ, നിരീക്ഷണം. മൂന്നാമത്തിൽ കൺക്ലൂഷൻ, അല്ലെങ്കിൽ ഇൻഫറൻസ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല, നിഗമനം. എന്തോ സാറാ? അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ പരീക്ഷണങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഈ കോളങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾ പരീക്ഷണം വരെ എഴുതി വെച്ചേക്കണം. ഒബ്സർവേഷനും കൺക്ലൂഷനും നമ്മുടെ അടുത്ത ക്ലാസ്സിൽ വീഡിയോ കണ്ടതിന് ശേഷം എഴുതും. അതിനുശേഷം
നിങ്ങൾ ഈ എക്സ്പെരിമെൻറ്റ്, ഞാൻ പറയുന്ന എക്സ്പെരിമെൻറ്റ്സ് ഇതുപോലെ കോളം വരച്ച് കോളത്തിനുള്ളിൽ ആ എക്സ്പെരിമെൻറ്റിൻ്റെ പ്രൊസീജിയർ ഈ ഒരു കോളം ഫില്ല് ചെയ്ത് വെച്ചേക്കണം. അത് ഏതൊക്കെ എക്സ്പെരിമെൻ്റ് ആണെന്ന് ഞാൻ പറയാം, അതൊന്ന് മാർക്ക് ചെയ്തോളുക. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ എല്ലാവരുടെയും കയ്യിൽ? ഞാനിവിടെ നിന്ന് എടുത്തോട്ടെ. മ്യൂസിക് ക്ലാസ് തുടങ്ങാറായോ? ഇല്ലല്ലോ. മ്യൂസിക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പഠിക്കാം. എന്താ ഇത് എഴുതി വെച്ചിരുന്നാൽ നമുക്കൊന്നുകൂടെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ്. എന്തോ തുടങ്ങിയോ? ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഷെയർ ചെയ്തില്ലല്ലോ. അതെ, ഒന്നാമത്തത് കാണാമോ ടെക്സ്റ്റ് ബുക്ക്? മലയാളം മീഡിയംകാർ ഈ ഒരു ഭാഗം എടുത്തോ. മലയാളം മീഡിയംകാർ ഈ ഒരു ഭാഗം എടുത്തു. അപ്പോൾ ആദ്യത്തെ എക്സ്പെരിമെൻ്റ്, ആദ്യത്തെ പരീക്ഷണം എന്ന് പറയുന്നത്, ഞാൻ മലയാളം മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് കാണിക്കണോ? വേണ്ട, കുഴപ്പമില്ല. ഇത് കാണിച്ചാൽ 2 കൂട്ടർക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ. അപ്പോൾ അവിടെ ഉണ്ട് ഇംഗ്ലീഷ് മീഡിയംകാർക്കാണ് ഇവിടെ ടേക്ക് 2 beakers and fill 3/4 of them with water. Drop a small piece of sodium in 1 beaker. അവിടെ വരെ എഴുതുക. മലയാളം മീഡിയംകാരും കണ്ടോ അവിടെ? അത് എക്സ്പെരിമെൻ്റ് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴേക്ക് വരുമ്പോൾ ഫിനോപ്തിലിൻ, 2 തുള്ളി ഫിനോപ്തിലിനോട് ചേർക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആഡ് അത്ര എഴുതണേ. ടേക്ക് 2 beakers തൊട്ട് 1 beaker വരെ എഴുതിയിട്ട് ആഡ് 2 drops of phenolphthalein in both the beakers, അത്രയും വരെ എഴുതണം. മലയാളം മീഡിയത്തിൽ അത്രയും ആദ്യത്തെ കോളത്തിൽ എഴുതി വെച്ചാൽ മതി. ആദ്യത്തെ കോളത്തിൽ മലയാളം മീഡിയംകാരൊക്കെ ഇവിടെ ടെക്സ്റ്റ് നമ്മുടെ മാതൃഭാഷയെ വിട്ട് കളയാൻ പാടില്ലല്ലോ. കണ്ട മക്കളെ ടെക്സ്റ്റ്? 2 ബീക്കറുകളിൽ 3/4 ഭാഗം ജലം എടുക്കുക. 1 ബീക്കറിൽ ഒരു ചെറിയ കഷ്ണം സോഡിയം ഇടുക. അതിനുശേഷം താഴോട്ട് കണ്ടോ, പ്രവർത്തന ശേഷം 2 ബീക്കറിലും 2 തുള്ളി ഫിനോപ്തിലിൻ വീതം ചേർക്കുക. അത്രയും എവിടെ എഴുതണം? പരീക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഒരു കോളം നമ്മൾ വരയ്ക്കത്തില്ലയോ, അവിടെ എഴുതി വെക്കണം. അവിടെ എഴുതി വെച്ചിരിക്കണം. അതൊന്നാമത്തെ പരീക്ഷണം. ഇനി എക്സ്പെരിമെൻ്റ് 2 പരീക്ഷണം 2 കൊടുത്തിട്ട് അടുത്ത പേജിൽ ഇംഗ്ലീഷ് മീഡിയംകാരും കണ്ടു കാണും, ഞാൻ ടെക്സ്റ്റ് കാണിക്കുന്നില്ല, നോക്കൊള്ളുക. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു കഷ്ണം മഗ്നീഷ്യം എടുത്ത് അതിലേക്ക് 5 ml നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. ഇത്രയും രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിൽ എക്സ്പെരിമെൻ്റ് എന്നുള്ള കോളത്തിനുള്ളിൽ എഴുതി വെക്കണം. ഓക്കെ, രണ്ടാമത്തെ അത് രണ്ടാമത്തെ. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിലൊന്ന് എഴുതിയേക്കണം, ഒരു എരിയുന്ന ചന്ദനത്തിരി അതിൻ്റെ വായ്ഭാഗത്തേക്ക് കാണിക്കുകയാണ്. ഒരു ഇഗ്നൈറ്റഡ് മാച്ച് സ്റ്റിക്ക് എന്ന് കൊടുത്താലും മതി, കത്തിച്ച മാച്ച് സ്റ്റിക്ക് എന്ന് കൊടുത്താലും മതി. അതല്ലെങ്കിൽ അന്നേരം നിങ്ങൾ എഴുതിയിട്ടില്ല, അന്നേരം ഞാൻ അല്ലല്ല ആദ്യത്തെ ഞാൻ രണ്ടാമത്തെ എക്സ്പെരിമെൻ്റല്ലേ ഇപ്പോൾ പറഞ്ഞേ അത് അതിന് ഇത്ര എഴുതി ആസിഡ് ചേർക്കുക എന്നുള്ള ഭാഗം മാത്രം എഴുതി, അവിടെ വരെ എഴുതിയാൽ മതി കേട്ടോ. മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റിൽ പരീക്ഷണം 3 എന്ന് കൊടുക്കണം. മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റ് നമ്പർ 3. അതിനാണ് ഈ ഭാഗം. ഒരു ഈർപ്പരഹിതമായ ടെസ്റ്റ് ട്യൂബിൽ അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ഇടുക. ടെസ്റ്റ് ട്യൂബ് ചൂടാക്കുക. ഒരു എരിയുന്ന ചന്ദനത്തിരി ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് കൊണ്ടുവരിക. ഇംഗ്ലീഷ് മീഡിയംകാരൻ കണ്ടോ? അത്രയും കണ്ടു. അത് മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ഇനി നാലാമത്തെ എക്സ്പെരിമെൻറ്റ് നമ്പർ 4. അതിന് ഏറ്റവും താഴെ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഗാഢലായനി ടെസ്റ്റ് ട്യൂബിലെടുത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ച് നോക്കുക. പ്രവർത്തനം നടക്കുമ്പോൾ ടെസ്റ്റ് ട്യൂബ് തൊട്ട് നോക്കുക എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഒഴിച്ച് നോക്കുക വരെ നിങ്ങൾ എഴുതുക, ബാക്കി നമ്മൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. അപ്പോൾ അത്രയും 4 എക്സ്പെരിമെൻറ്റും അപ്പം കോളം വരച്ച് എഴുതി വെച്ചേക്കും.
അത്ര എഴുതി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി, അതായത് തെർമോകെമിക്കൽ റിയാക്ഷൻ, താപരാസപ്രവർത്തനം എന്നുള്ള ഭാഗം പഠിച്ച് പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ. അത്രയും പഠിച്ച് പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ഏതെനർജിയാണ്, ലൈറ്റ് എനർജിയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. എന്നിട്ട് ഓർക്കേണ്ട കാര്യം എന്താ, പ്രത്യേകം ചെവിയിൽ നുള്ളിക്കൊള്ളുക. ഈ പഠിപ്പിച്ച കാര്യങ്ങൾ അത്രയും എന്ത് ചെയ്തിരിക്കണം,